പ്രസവാനന്തര പരിചരണം എന്ന് മുതൽ തുടങ്ങാം എന്നുള്ളത് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് അല്ലേ. എന്നാൽ പ്രസവാനന്തര ചികിത്സ നമുക്ക് തുടങ്ങുന്നത് നോർമൽ ഡെലിവറി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന് 1-2 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാം. സിസേറിയൻ ഡെലിവറി ആണെങ്കിൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ മാത്രമാണ് പ്രസവാനന്തര പരിചരണ ചികിത്സാ രീതികളിലേക്ക് കടക്കാനായി സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രസവാനന്തര പരിചരണത്തിൽ നമ്മൾ പ്രധാനമായും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ആഹാര ക്രമീകരണം, ഔഷധം, അതേപോലെ തന്നെയാണ് അവർക്ക് നൽകുന്ന ബാഹ്യമായ ചില ചികിത്സാ രീതികൾ. പ്രസവ രക്ഷാരീതികൾ പാക്കേജസും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള പാക്കേജസ് ആയിരിക്കില്ല നൽകുന്നത്. ഓരോ വ്യക്തികളുടെയും കണ്ടീഷൻസിന് അനുസരിച്ചിട്ടായിരിക്കും ഓരോ പോസ്റ്റ്മോർട്ടം കെയർ പാക്കേജസും ഞങ്ങൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ആഴ്ചയിൽ ഞങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഒരാൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒന്നാണ് ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അവർക്ക് ഗ്യാസ്, അതേപോലെ തന്നെ ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ആ ടൈമിലുള്ള ഔഷധങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആഹാരത്തിൽ തന്നെ മിതമായ ആഹാരങ്ങൾ നൽകി ഡൈജഷനെ എൻഹാൻസ് ചെയ്യുന്ന ഔഷധ കൂട്ടുകളും നൽകുകയാണ് ആദ്യത്തെ ആഴ്ചയിൽ ചെയ്തു വരുന്നത്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മിൽക്ക് പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്. സഫിഷ്യൻ്റ് ആയിട്ടുള്ള മുലപ്പാൽ പ്രൊഡക്ഷൻ, അതിന് നമുക്ക് ആഹാരത്തിൽ കൂടി തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൂടാണ്ട് പലതരത്തിലുള്ള ഔഷധങ്ങൾ, അതേപോലെ ഔഷധങ്ങൾ പ്രധാനമായിട്ടൊന്നാണ് ശതാവരി അല്ലെങ്കിൽ കരിംജീരകം, ജീരകം, ഉലുവ, ഇതെല്ലാം മിൽക്ക് പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. അതിനുശേഷമാണ് നമ്മൾ യൂട്രൈൻ ഹെൽത്തിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരുടെ സ്കിന്ന്. ഇങ്ങനെ പല ലെവലിലായിരിക്കും നമ്മൾ പ്രസവ രക്ഷാ പാക്കേജുകൾ പ്ലാൻ ചെയ്യുന്നത്.